ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ING വേർഡ്സ്. എന്താണ് ING വേർഡ്സ്? ഒരു വേർബിനോട് കൂടി ING ചേർത്താൽ നമുക്ക് ING വേർഡ്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ പ്ലേ എന്നാൽ കളിക്കുക, അതൊരു വേർബാണ്. അതിനോട് കൂടി ING ചേർത്താൽ പ്ലേയിങ്. സിങ് എന്നത് ഒരു വേർബാണ്, പാടുക. സിങ് എന്നതിനോട് കൂടി ING ചേർത്താൽ സിംഗിങ്, അതാണ് ING വേർഡ്സ്. ഈ ING വേർഡ്സ് നമുക്ക് പല ഡിഫറെൻറ്റ് വേസിൽ അത് ഉപയോഗിക്കാം. അതൊരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, അതൊരു നൗൺ ആയിട്ട് ഉപയോഗിക്കാം, അതൊരു വേർബായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ING വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്ലേ എന്നാൽ കളിക്കുക, അത് ഒരു വേർബിൻ്റെ ബേസ് ഫോം, അല്ലെങ്കിൽ നമുക്കതിനെ V1 ഫോം, വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആണത്. അത് സിമ്പിൾ ഫോം എന്ന് പറയാം. ഇനി അടുത്തത് V2 ഫോം, വേർബിൻ്റെ സെക്കൻഡ് ഫോം, അത് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്. അതിന് പ്ലേയ്ഡ് എന്നതാണ് സെക്കൻഡ് ഫോം, പ്ലേയ്ഡ്. ഇനി മൂന്നാമത്തെ ഫോം, തേർഡ് ഫോം, അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയാം. അത് പ്ലേയ്ഡ് എന്ന് തന്നെയാണ്. സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഈ ഒരു വേർബിൽ ഒന്ന് തന്നെയാണ്. ഇനി വേർബിൻ്റെ ഫോർത്ത് ഫോം, അതിനെ നമുക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് വിളിക്കാം. അതാണ് വേർബിൻ്റെ ING ഫോം എന്ന് പറഞ്ഞത്. പ്ലേ എന്നതിനോടുകൂടി ING ചേർത്ത് പ്ലേയിങ് എന്നതാണ് V4 ഫോം, അല്ലെങ്കിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം. നമുക്ക് ഇത് നൗൺ ആയിട്ടും വേർബായിട്ടും അഡ്ജക്റ്റീവായിട്ടും ഒക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് എന്ന് നോക്കാം. വേറൊരു വേർബ് വർക്ക്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. വർക്ക് എന്നത് പണി ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുക. അപ്പോൾ വർക്ക് എന്നത് ഒരു വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫോമാണ് വർക്ക്, V1 ഫോം. ഇനി വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ അത് V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആയി. ഇനി V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വർക്ക്ഡ് എന്ന് തന്നെയാണ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V4 ഫോം എന്ന് പറയുന്നത് വർക്കിംഗ്, ING ഫോം. വർക്കിനോടുകൂടി ING ചേർത്ത് വർക്കിംഗ്. ഇനി ഈ ഒരു വേർബ് നമുക്ക് എങ്ങനെ ഒരു വേർബായിട്ടും ഒരു നൗൺ ആയിട്ടും ഒരു അഡ്ജക്റ്റീവായിട്ടും ഒക്കെ ഉപയോഗിക്കുമെന്ന് നോക്കാം. നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ പറയുന്നത് ജെറണ്ട് എന്നാണ്. ഐ ആം വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വർക്കിംഗ് എന്ന ഒരു V4 ഫോം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ആ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വേർബായിട്ടാണ്. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ് ഐ ആം വർക്കിംഗ് എന്ന് പറയുന്നത്. ഐ എന്നത് സബ്ജക്റ്റാണ്, ആം എന്നത് ബി വേർബ് ആണ്. ബി വേർബിൻ്റെ ഒരു ഫോമാണ് ആം. ഐ ആം വർക്കിംഗ്, അവിടെ വർക്കിംഗ് എന്നത് ING ഫോം ഓഫ് എ വേർബാണ്. അപ്പോൾ അവിടെ ഉപയോഗിച്ചത് വേർബായിട്ടാണ്. ഇനി നമുക്ക് അതൊരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുന്ന വേർബാണ് അഡ്ജക്റ്റീവ്, നാമവിശേഷണം. അപ്പോൾ ഐ ഹാവ് എ വർക്കിംഗ് കമ്പ്യൂട്ടർ. നോക്കൂ, എനിക്ക് ഒരു വർക്കിംഗ് കമ്പ്യൂട്ടർ ഉണ്ട്. എന്താണ് ഈ വർക്കിംഗ് കമ്പ്യൂട്ടർ? അത് കമ്പ്യൂട്ടർ എന്നതിനെ മോഡിഫൈ ചെയ്യുന്ന ഒരു വേർഡാണ്. വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ഐ ഹാവ് എ ഗുഡ് കമ്പ്യൂട്ടർ, ഐ ഹാവ് എ ബാഡ് കമ്പ്യൂട്ടർ, ഐ ഹാവ് എൻ എക്സ്പെൻസീവ് കമ്പ്യൂട്ടർ എന്നൊക്കെ പറയില്ലേ? അതുപോലെ തന്നെ ഐ ഹാവ് എ വർക്കിംഗ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ വർക്കിംഗ് ING വേർഡാണ് വർക്കിംഗ്. അതിന് നമ്മൾ ആ സെൻറ്റൻസിൽ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചു. കമ്പ്യൂട്ടർ എന്ന നൗണിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് വർക്കിംഗ്. ഡു യു ഹാവ് എ വർക്കിംഗ് കമ്പ്യൂട്ടർ? നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഉണ്ടോ? അവിടെയും വർക്കിംഗ് എന്നത് അഡ്ജക്റ്റീവാണ്. ഇനി നമുക്കതിനെ നൗൺ ആയിട്ട് ഉപയോഗിക്കണ്ടേ? വർക്കിംഗ് ഓൺ എ കമ്പ്യൂട്ടർ മേക്സ് മീ ടയേർഡ്. വർക്കിംഗ് ഓൺ എ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുക എന്ന ഒരു ആക്ടിവിറ്റി എന്നെ ടയേർഡ് ആക്കാറുണ്ട്. അപ്പോൾ വർക്കിംഗ് ഓൺ എ കമ്പ്യൂട്ടർ ആ ഒരു ആക്ടിവിറ്റിയാണ് അവിടെ. അപ്പോൾ വർക്കിംഗ് എന്നത് അവിടെ ഒരു നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓൺ എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഓൺ എന്നതൊരു പ്രപ്പോസിഷനാണ്. ഓൺ എ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അതൊരു പ്രപ്പോസിഷണൽ ഫ്രേസായി. അപ്പോൾ വർക്കിംഗ് ഓൺ എ കമ്പ്യൂട്ടർ മേക്സ് മീ ടയേർഡ് എന്നതിൽ വർക്കിംഗ് എന്നത് നൗൺ, അല്ലെങ്കിൽ നമുക്കതിനെ ജെറണ്ട് എന്ന് വിളിക്കാം. വർക്കിംഗ് എന്ന ഒരു നൗൺ അവിടെ ആ സെൻറ്റൻസിൽ സബ്ജക്റ്റാണ്. ഇനി നമുക്ക് വേറൊരു വേർബ് നോക്കാം. ബേക്ക് ചെയ്യുക. അതിൻ്റെ ഒരു V4 ഫോം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ING ഫോം എന്ന് പറയുന്നത്
ബേക്കിംഗ്. അപ്പോൾ ബേക്കിംഗ് എന്നത് എങ്ങനെ നമുക്ക് നൗണായിട്ടും വേർബായിട്ടും അജക്റ്റീവായിട്ടും ഒക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. പിന്നെ ബേക്ക് എന്ന വേർഡിൻ്റെ സിമ്പിൾ ഫോം അല്ലെങ്കിൽ V1 ഫോം ബേക്ക്, സെക്കൻഡ് ഫോം ബേക്ക്ഡ്, തേർഡ് ഫോം ബേക്ക്ഡ് എന്ന് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പിന്നെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം ബേക്കിംഗ്. അപ്പോൾ നമുക്ക് ഈ ബേക്കിംഗ് എന്നത് എങ്ങനെ ഒരു സെൻറ്റൻസിൽ വേർബായിട്ടും അജക്റ്റീവായിട്ടും ഒക്കെ ഉപയോഗിക്കും എന്ന് നോക്കാം. ഹി ഈസ് ബേക്കിംഗ് ബ്രെഡ്. അദ്ദേഹം ബ്രെഡ് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവിടെ ബേക്കിംഗ് എന്നത് വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ING ഫോം ഓഫ് ബേക്ക്. ഈസ് എന്നത് ബി ഫോമാണ്. ബി വേർബിൻ്റെ ഒരു ഫോമാണ്. ഹി എന്നത് സബ്ജക്റ്റും ആണ്. അപ്പോൾ ഹി ഈസ് ബേക്കിംഗ് ബ്രെഡ് എന്നത് ബേക്കിംഗ് എന്നത് അവിടെ വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ബേക്കിംഗ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇവിടെ ബേക്കിംഗ് എന്നത് നൗണാണ്. ബേക്കിംഗ് എന്നത് വളരെ രസകരമായ ഒരു ആക്ടിവിറ്റിയാണ്, ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അവിടെ നൗണായിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ബേക്കിംഗ് ബ്രെഡ് എന്ന് പറയുമ്പോൾ ബ്രെഡ് എന്നത് ആ ഓബ്ജക്റ്റാണ്. അവിടെ ഓബ്ജക്റ്റ് ഓഫ് ദാറ്റ് ജെറണ്ട്. ബേക്കിംഗ് എന്നത് നൗണാണ്. നൗണിനെ നമുക്ക് ജെറണ്ട് എന്ന് പറയാം. ബേക്കിംഗ് ബ്രെഡ് എന്ന് പറയുമ്പോൾ ബ്രെഡ് എന്നത് ജെറണ്ടിൻ്റെ ഓബ്ജക്റ്റാണ്. ഹി ഈസ് യൂസിങ് എ ബേക്കിംഗ് പാൻ. ഇവിടെ ബേക്കിംഗ് പാൻ എന്ന ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുന്ന ഒരു അജക്റ്റീവ് ആണ്. മോഡിഫൈ ചെയ്യുന്ന ഒരു വേർഡാണ് ബേക്കിംഗ് എന്ന ING ഫോം. അപ്പോൾ ബേക്കിംഗ് എന്നത് അവിടെ ആ സെൻറ്റൻസിൽ അജക്റ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് എന്ന ഒരു ING വേർഡ് വേർബായിട്ടും നൗണായിട്ടും അജക്റ്റീവായിട്ടും ഒക്കെ ഉപയോഗിച്ചു. ഡു യു എൻജോയ് ബേക്കിംഗ് ബ്രെഡ് എന്ന് ചോദിച്ചാൽ ബേക്കിംഗ് ബ്രെഡ് എന്ന ഒരു ആക്ടിവിറ്റി നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നാണ്, എൻജോയ് ചെയ്യാറുണ്ടോ എന്നാണ്. അവിടെ ബേക്കിംഗ് ബ്രെഡ് എന്നത് അവിടെ അതൊരു ആക്ടിവിറ്റിയാണ്. അത് നൗൺ ആയിട്ടാണ് അല്ലെങ്കിൽ ജെറൻഡ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒരു വേർബ് കൂടി നമുക്ക് നോക്കാം. ഫിഷ് എന്നാൽ നമുക്കറിയാം നൗണായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണത്. അത് വേർബായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മത്സ്യം പിടിക്കുക എന്ന മീനിങ് ആണ് അവിടെ. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ഫോം അല്ലെങ്കിൽ V1 ഫോം ഫിഷ്, അതിൻ്റെ സെക്കൻഡ് ഫോം ഫിഷ്ഡ്, തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഫിഷ്ഡ് എന്ന് തന്നെയാണ്. പിന്നെ അതിൻ്റെ ING ഫോം ഫിഷിംഗ്. ദേ ആർ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ വേർബാണത്. ദേ ആർ ഫിഷിംഗ്. ദേ സബ്ജക്റ്റാണ്. ആർ എന്നത് ബി ഫോം ആണ്. പിന്നെ ഫിഷിംഗ് വേർബാണ്. അപ്പോൾ അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ദേ ആർ ഫിഷിംഗ്. അവർ മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ആ സെൻറ്റൻസിൽ ING ഫോം ആണ് ഫിഷിംഗ്. അത് അവിടെ വേർബായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി അടുത്തത് ദേ ആർ ഇൻ എ ഫിഷിംഗ് ബോട്ട്. ദേ ആർ ഇൻ എ ഫിഷിംഗ് ബോട്ട്. അവർ ഒരു ഫിഷിംഗ് ബോട്ടിലാണ്. എന്ന് പറയുമ്പോൾ ഫിഷിംഗ് ബോട്ട് എന്ന ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുകയാണ് ഫിഷിംഗ്. എങ്ങനെയുള്ള ബോട്ട്? ഫിഷിംഗ് ബോട്ട്. അപ്പോൾ ഫിഷിംഗ് എന്നത് ആ സെൻറ്റൻസിൽ അജക്റ്റീവാണ്. ഡു യു എൻജോയ് ഫിഷിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫിഷിംഗ് എൻജോയ് ചെയ്യാറുണ്ടോ? ഫിഷിംഗ് എന്നത് അവിടെ നൗണാണ്. അവിടെ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് ജെറൻഡ് അല്ലെങ്കിൽ നൗൺ എന്ന് പറയാം. അപ്പോൾ ING ഫോംസ് ഒക്കെ നമുക്ക് ഒരു വേർബായിട്ട് ഉപയോഗിക്കാം, ഒരു അജക്റ്റീവായിട്ട് ഉപയോഗിക്കാം, ഒരു നൗണായിട്ടും ഉപയോഗിക്കാം.